കോളേജ് ജോലി കിട്ടിയതിന് ശേഷം എനിക്കും ജീവിത പങ്കാളിക്കൂടെ ഡിവൈനിൽ പോയി ധ്യാനം കൂടാനിടയായി. അങ്ങനെയായിരുന്നു. ഞാൻ നേരത്തെയും എന്നും പള്ളിയിലൊക്കെ പോകും, എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കും. അപ്പം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണെന്നുള്ള ഒരു ബോധ്യത്തിലാണ് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ധ്യാനത്തിന് ചെന്നപ്പം അടൂരിന്ന് ക്യാൻസർ ബാധിച്ചിട്ട് RCC ക്യാൻസർ സെൻ്ററിൽ നിന്ന് ഉപേക്ഷിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹത്തിനൊരു 55-60 വയസ്സോളം ഉണ്ട്. ഭാര്യ മരിച്ച 6-ാം മാസമാണ് അദ്ദേഹത്തിന് ക്യാൻസർ വന്നത്. വലിയ വീട്ടിലാണ്. അദ്ദേഹം ലോകത്തിൻ്റെ മനുഷ്യനായിരുന്നു, സിംഗപ്പൂരിലൊക്കെ ജീവിച്ചതാണ്. അദ്ദേഹത്തെ ധ്യാനം കൂടാനായിട്ട് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാൻസർ സെൻ്ററിൽ നിന്ന് ഉപേക്ഷിച്ചുകൊണ്ട് ഏത് സമയം മരണം സംഭവിക്കും. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്നവർ തിരിച്ചവർക്ക് പോകണം. അപ്പോൾ അവിടെ വെച്ച് അവരെന്നെ കണ്ടുമുട്ടി. അപ്പോൾ അവർ എൻ്റെ പേരെഴുതി കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. എൻ്റെ പേരെഴുതി കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു, ഉത്തരവാദിയായിട്ട്. അങ്ങനെ കെയർ ഓഫ് CC ടോമി എന്നുള്ള പേര് കൊടുത്ത് അപ്പച്ചനെ അവിടെ രോഗികൾ കിടക്കുന്നിടത്ത് കിടത്തി. അപ്പോൾ ഈ അപ്പച്ചനെ കൊണ്ട് ക്ലിനിക്കിൽ ഞാനും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ക്ലിനിക്കിൽ കൊണ്ട് ഈ കഴുത്തിൻ്റെ ഈ ഭാഗം മുഴുവൻ തിരി തീർത്ത് വെച്ചിരിക്കുക. അതൊരു കിലോമീറ്റർ ദൂരമുള്ള പോലെ ഇവിടെ അങ്ങ് പഴുത്ത് അഴുകിയിട്ട് ഇതിനകത്തുനിന്ന് ഇതിങ്ങനെ വലിച്ചെടുക്കും. അപ്പം ഞാൻ എൻ്റെ മനസ്സിലോർത്ത്, എൻ്റെ കണ്ണുകൊണ്ട് ഞാനത് കാണുക, കൈകൊണ്ട് തൊട്ടിട്ടുമുണ്ട്. ഇതെങ്ങനെ സൗഖ്യം കിട്ടാനോ, ഈ മനുഷ്യൻ മരിക്കും, ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം രോഗികൾ കിടക്കുന്നിടത്ത് ആളത് കിടക്കുന്നു. ഞാനും ജീവിത പങ്കാളി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരിക്കുക. അപ്പോൾ ഭയങ്കര ജനമാണ്. അപ്പോൾ പനിക്കലച്ചൻ്റെ ശുശ്രൂഷയുടെ ഇടയ്ക്ക് അവിടുന്ന് വിളിച്ചു പറയുന്നു, ആരാധനയുടെ സമയത്താണ് ക്യാൻസർ ബാധിച്ച ഡേവിഡ് അപ്പച്ചൻ്റെ കഴുത്തേൽ കർത്താവിൻ്റെ 4 വിരലുകൾ പതിയും. അപ്പം റെഡ് ക്രോസിലെ ഒരു ഹൈന്ദവ പെങ്കൊച്ച കൂടെ വന്നിട്ടുണ്ട് സഹായിക്കാൻ. ആ കൊച്ചു ഈശോയെ കാണുക, ഞാൻ കാണുന്നൊന്നുമില്ല. ആ കൊച്ചു പറയുക, കർത്താവിൻ്റെ കരം ഞാൻ കണ്ടു. അപ്പോൾ അവക്ക് ഭയങ്കര മാറ്റം. അതോടൊപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ പഴുപ്പുമില്ല, ഒന്നുമില്ല, പൂർണ്ണ സൗഖ്യം. ഈ സൗഖ്യം കണ്ടപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ വിറച്ചു. കാരണം ഞാൻ ഇന്ന് വരെ യേശുക്രിസ്തു ഇങ്ങനെ സൗഖ്യം കൊടുക്കുന്നവരാണെന്ന് പറയുന്നെങ്കിലും ഇങ്ങനെ സൗഖ്യം കൊടുക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ മുഴുവനായിട്ട് അത് പിടിച്ചു കർത്താവ്. അപ്പം ഞാൻ അന്നേരം ഓർത്ത്, കർത്താവേ, നീ ഇത്രയും വലിയവനാണ്, നീ ഇത്ര അത്ഭുതങ്ങളാണ്, നീ അടയാളമാണ്. എൻ്റെ ഹൃദയത്തിൽ അത് തൊട്ടോ അന്ന് മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി തീർന്നു. എനിക്ക് ഇനി ജീവിക്കുന്ന എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്തു. അപ്പോൾ ഒത്തിരി നന്ദി പറഞ്ഞു. അങ്ങനെ അപ്പച്ചനെ കൊണ്ട് പോരാനായിട്ട് എൻ്റെ പേരെഴുതി കൊടുത്തെങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പോന്നു, അപ്പച്ചനും പോന്നു. ഞങ്ങൾ രണ്ടുപേരുടെ അടൂര് വന്ന് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അതാണ് എൻ്റെ ആദ്യത്തെ ദൈവാനുഭവം. അന്ന് പിന്നെ ഞാൻ കേട്ട വചനം അനുസരിച്ച് യാക്കോബ് 5:20 പറയുന്നു, ഒരുവൻ തിന്മയിലായിരിക്കുമ്പം അവനെ നന്മയിലോട്ട് നയിച്ചാൽ നിന്റെ നിരവധി പാപം ക്ഷമിക്കപ്പെടും. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ വലിയ പാപിയാണ്. കാരണം എൻ്റെ ചിന്തയിൽ എൻ്റെ ഞാനെന്ന ഭാവവും അഹങ്കാരവും സ്വാർത്ഥതയും എല്ലാം എന്നിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ പുതിയ സൃഷ്ടി ആയപ്പോഴത്തേന് തിന്മയിൽ കിടക്കുന്നവരെ നന്മയെ കൊണ്ടുവരണം. ഈ ക്രിസ്തുവിനെ കൊടുക്കണം. ഈ ക്രിസ്തുവിനെ കൊടുക്കണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാൽ മതിയല്ലോ. അപ്പം ജീവിതം ഞങ്ങൾ രണ്ടുപേരോടെ മാറ്റിവെച്ചു. കോളേജിലെ ജോലി കഴിഞ്ഞുള്ള സമയം തകർന്ന് തരിപ്പണമായ വ്യക്തികളുടെ അടുത്തേക്ക് പോകും. മദ്യപാനത്തിൽ, ലോകത്തിൻ്റെ പിടിയിൽ, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാത്തവർ, ആചാരങ്ങളിൽ മുഴുകിക്കിടക്കുന്നവർ. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകും, അവരെ കൂട്ടായ്മയെ കൊണ്ടുവരും, അവിടുന്ന് ധ്യാനത്തിന് കൊണ്ടുപോകും, തിരിച്ചു വീണ്ടും കൂട്ടായ്മ വരും. അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായി അങ്ങ് തീർന്നു. അങ്ങനെ അടൂർ എക്യുമെനിക്കൽ പ്രയർ ഗ്രൂപ്പിൻ്റെ ഭാഗമായി. പിന്നെ എല്ലാ മാസങ്ങളിലും ഡിവൈനിൽ നിന്ന് ശുശ്രൂഷകർ വന്ന് അവിടെ വചനം ക്ലാസ് വരും. വചനം ജീവിക്കുന്ന വചനമാണെന്ന് മനസ്സിലാക്കി വചനം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ മാസത്തിലൊന്ന് അങ്ങനെ കൂടുകയും പിന്നെ വർഷത്തിലൊരു ബൈബിൾ കൺവെൻഷൻ വരും. അത് ഡിവൈനിൽ നിന്ന് വരും. ഞാനിപ്പോൾ ഓർക്കുക, പനിക്കലച്ചന്, നായ്ക്കമ്പറമ്പിലച്ചന്, കൊച്ചു മാത്യൂസ് അച്ഛന്, അതുപോലെ ധാരാളം മക്ക്, ഷെയ്ഖാനയിലെ സന്തോഷ് ബ്രദർ, ഇവരെല്ലാം വന്ന് അവിടെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയം അതിനുവേണ്ടി കൊടുത്തു. അതിൻ്റെ അനുഗ്രഹമാണ്. എനിക്ക് കോളേജിൽ പിന്നെ കുട്ടികളെ ഞാൻ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ തുടങ്ങി. ഈശോ വിട്ട കുട്ടികളാണ് നിന്നെ പഠിപ്പിക്കാൻ തന്നെ. അവരെ നിന്റെ കൈ തന്നെങ്കിൽ അവർക്ക് നീ ദൈവത്തെ കൊടുക്കണം. നീ ഇന്നിലൂടെ ദൈവത്തെ കൊടുക്കുന്നുണ്ട്. ഈ ബോധ്യത്തിലേക്ക് വന്നപ്പോൾ അവരുടെ പേരൻസിനെ ഞാൻ വിളിക്കും. അതിൽ മദ്യപാനത്തിലൊക്കെ കിടക്കുന്നവർ, നിന്റെ മകനെ ഞാൻ എൻ്റെ മകനായി കരുതാം, മദ്യപാനം നിർത്താവോ? അപ്പോൾ അവർ നമ്മളെ കുടിപ്പിക്കാൻ കൊണ്ടുപോകാനൊക്കെ പ്രേരിപ്പിക്കും. അപ്പോൾ നമ്മൾ പറയും, കുടി നിർത്താനാണ് നമ്മുടെ പരിപാടി. എന്നുവെച്ചാൽ ഈശോയെ അറിഞ്ഞു കഴിഞ്ഞാൽ കുടിക്കാൻ പറ്റത്തില്ല. ഈശോ തന്ന പൈസ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. ഈശോ തന്ന കരം കൊണ്ടും പറ്റത്തില്ല. ഈശോ തന്ന നാവിലും പറ്റത്തില്ലെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് സ്വീകരിക്കാൻ പറ്റിയാലും എൻ്റെ കയ്യിലേക്ക് കൊണ്ടിരുന്ന അഡ്മിഷന് വേണ്ടി വരുന്ന കുഞ്ഞുങ്ങളെ കളി പഠിപ്പിച്ച് നല്ല മനുഷ്യരാക്കി മാറ്റാൻ തക്കവണ്ണം ദൈവം ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിലൊക്കെ ധാരാളം കുട്ടികൾ ജോലി കിട്ടിപ്പോയി. പക്ഷെ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും, നല്ല മാതൃക കൊടുക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ മത്സരത്തിനൊക്കെ പോകുമ്പോൾ അതിനു മുമ്പ് ദൈവിക ശുശ്രൂഷയിൽ അവർ പങ്കെടുക്കും. എന്നുവെച്ചാൽ അവിടെ തന്നെ ജീസസ് യൂത്തിൻ്റെ കൂട്ടായ്മയുണ്ട്. അപ്പം ജീസസ് യൂത്തിനകത്തേക്ക് അവർ വരുമ്പോൾ ഈശോയെ മനസ്സിലാക്കി ജീവിക്കുന്ന ഈശോയെ കണ്ടുകൊണ്ട് കളി ജയിക്കുമ്പം നന്ദി പറയും, തോക്കുമ്പോഴും നന്ദി പറയും.